Dear students, today we will study data and signals. Data communication പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി what is exchanged between sender and receiver is data. How it is transmitted from sender to receiver. Data is converted into signals and it is signals that carry data. അതായത് ഡാറ്റ സെൻഡറിൽ നിന്ന് റിസീവറിൽ എത്തുന്നത് സിഗ്നൽ എന്നുള്ള രൂപേണയാണ്. ഡാറ്റയ്ക്ക് കൺവേർഷൻ സംഭവിക്കും, സിഗ്നലായി മാറും. ഈ സിഗ്നൽസ് ആണ് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത സിഗ്നൽസ് ആയിട്ടോ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷൻ അഥവാ റിസീവറിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഡാറ്റ ആൻഡ് സിഗ്നൽസ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബേസിക്കലി ഡാറ്റ? Data is the information that is to be exchanged from the sender to the receiver. എന്താണ് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സഞ്ചരിച്ചു പോകുന്നത്? അത് ഡാറ്റയാണ്. ഡാറ്റ ബേസിക്കലി സീറോസ് ആൻഡ് വൺസ് ആണ് നമ്മളുടെ ഡിജിറ്റൽ ഫോമിൽ. അപ്പോൾ വൺസ് ആൻഡ് സീറോസ് അടങ്ങുന്ന ഈ ഡാറ്റ ഇൻഫർമേഷൻ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് സഞ്ചരിക്കുന്നു. Signal is an electronic current or electromagnetic field used to convey data from one place to another. ഡാറ്റയെ ബേസിക്കലി സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ മറ്റു മാർഗങ്ങളില്ല. സെൻഡറിൽ നിന്ന് ഡാറ്റയെ സിഗ്നലിൻ്റെ രൂപത്തിൽ മാറ്റി സിഗ്നലാണ് സഞ്ചരിച്ച് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ, അത് ഗൈഡഡ് ആവട്ടെ അൺഗൈഡഡ് ആവട്ടെ. അപ്പോൾ ഇലക്ട്രോണിക് കറണ്ട് ആണെങ്കിൽ ഗൈഡഡ് മീഡിയയിൽ കൂടിയും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിൽ അൺഗൈഡഡ് മീഡിയയിൽ കൂടി ഇത് സെൻഡറിൽ നിന്ന് റിസീവറിൽ എത്തിച്ചേരുന്നു. സോ ടു ബി ട്രാൻസ്മിറ്റഡ് ഡാറ്റ മസ്റ്റ് ബി ട്രാൻസ്ഫോംഡ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ്. അപ്പോൾ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ പോകണമെന്നുണ്ടെങ്കിൽ സെൻഡിങ് സൈഡിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് സിഗ്നലാക്കി മാറ്റുന്നു, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്നു. Now, what are the two types of data which we have to transmit from the sender? സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എന്തെല്ലാം തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടി വരുന്നത്? One, it is analog data and the second one is digital data. അനലോഗ് ഡാറ്റയെന്നും ഡിജിറ്റൽ ഡാറ്റയെന്നും രണ്ട് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് സെൻഡറിൽ നിന്ന് അയക്കേണ്ടത്. അപ്പോൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ഡാറ്റ ആൻഡ് ഡിജിറ്റൽ ഡാറ്റ? The term analog data refers to information that is continuous. അതായത് കണ്ടിന്യൂസ് ഫോമിലേക്ക് വരുന്ന ഒന്നിനെയാണ് അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ. അതായത് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് ഇല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ. എന്നാൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഹാസ് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ്. ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം വാല്യൂസ്, ഡാറ്റ വാല്യൂസ് ഉള്ളത് മാത്രമാണ് നമുക്ക് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റയ്ക്ക് ആ ഫോമാണ്. അനലോഗ് ഡാറ്റയെ കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ആൻഡ് അനലോഗ് ക്ലോക്ക്, നിങ്ങൾ ഒരു ക്ലോക്ക് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഭിത്തിയിലൊക്കെ തൂക്കിയിരിക്കുന്ന വാൾ ക്ലോക്ക് തന്നെ എടുക്കുക. അതൊരു അനലോഗ് ക്ലോക്കാണ് സാധാരണ വീടുകളിലുള്ളത്. അതിൽ അവർ ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ്സ് ഹാൻഡ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടുന്നത് ഈ സെക്കൻഡ്സ് ഹാൻഡ് എന്ന് പറയുന്ന സംഭവം വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ സ്മൂത്തായിട്ട് സെക്കൻഡ് ഹാൻഡ്സ് ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു റൗണ്ട് കഴിയുന്നു, പിന്നെ അടുത്ത റൗണ്ട് കഴിയുന്നു. ഒരു റൗണ്ട് കഴിയുമ്പോഴത്തേന് 60 സെക്കൻഡ് കഴിയും. അപ്പോഴാണ് ഒരു മിനിറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ്സ് ഗീവ്സ് ഇൻഫർമേഷൻ ഇൻ എ കണ്ടിന്യൂസ് ഫോം. അതിൽ സെക്കൻഡ് ഹാൻഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് കണ്ടിന്യൂസ് ഫോമിലേക്ക് മൂവ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ നിരന്തരം, അതായത് ഒരു സ്റ്റോപ്പ് ഇല്ലാതെ നീങ്ങുന്ന കണക്ക്, അതായത് വെട്ടി മാറി ഓരോ സെക്കൻഡ് രേഖപ്പെടുത്താതെ പോകുന്ന ഒരു ക്ലോക്കാണ് ഇമാജിൻ ചെയ്യേണ്ടത്. അവിടുത്തെ സെക്കൻഡ് സൂചി എന്ന് പറഞ്ഞാൽ നിരന്തരം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലാണ് അനലോഗ് ഡാറ്റ. എന്നാൽ ഡിജിറ്റൽ ക്ലോക്ക് എടുത്തേ, നിങ്ങളുടെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള വാച്ചാണ്, ഡിജിറ്റൽ ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? 8:05 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8:06 കാണുന്നത്, പിന്നെ 8:07,
പിന്നെ 808 ഇങ്ങനെയാണ് ടൈം പോകുന്നത്. അപ്പോൾ 05 നിന്ന് 06 ഇടയ്ക്കുള്ള ഭാഗങ്ങൾ കാണിക്കാത്ത ഒരു വാച്ചാണെങ്കിൽ നമുക്ക് ഈ 05 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള 60 സെക്കൻഡ്സ് കാണത്തില്ല. പിന്നെ ഉടനെ തന്നെ അടുത്ത വാല്യൂ എന്താ കാണിക്കുന്നത്? 806. പിന്നെന്താ കാണിക്കുന്നത്? 60 സെക്കൻഡിൻ്റെ സമയം കഴിയുമ്പോൾ 807 കാണിക്കും. ആ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂ കാണിക്കാത്ത ഒരു ക്ലോക്കാണ് ഡിജിറ്റലായിട്ട് നോക്കേണ്ടത്. അതിനെ ഡിജിറ്റൽ വാല്യൂ എന്ന് പറയും. അതായത് 805 കഴിഞ്ഞിട്ട് സ്വല്പ സമയം അനക്കമില്ല, പിന്നെ 806 ആവുന്നു, പിന്നെ സ്വല്പം അനക്കമില്ല, 807 ആവുന്നു. ഇങ്ങനെ സമയം കാണിക്കുന്ന അതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. സോ അനലോഗ് ഡാറ്റ സച്ച് എ സൗണ്ട് മെയ്ഡ് ബൈ ഹ്യൂമൻ വോയിസ് ടേക്ക് ഓൺ കണ്ടിന്യൂസ് വാല്യൂ. നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സൗണ്ടിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ അത് ഒരു കണ്ടിന്യൂസ് ഫോമില, ഒരു ഏറ്റക്കുറച്ചിലുണ്ട്, ഒരു നിശ്ചിത വാല്യൂവിലല്ല പിന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൗണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയും വലിയ സൗണ്ട് ചെറിയ സൗണ്ടിലൊക്കെ പോകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫോമിൽ പോകുന്ന അനലോഗ് ഡാറ്റ അല്ലെങ്കിൽ അനലോഗ് വേവ്സ് ആയിട്ടാണ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ഒരു അനലോഗ് ഡാറ്റയ്ക്ക് ഇക്വലൻ്റ് ആണ്. എന്നാൽ ഡിജിറ്റൽ ഡാറ്റ ടേക്സ് ഓൺ ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഡാറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, 1 0 1 0 0 0 1 0 ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൗണ്ട് പോലുള്ള ഇങ്ങനെ കയറി ഇറങ്ങിയും പോകുന്ന അനലോഗ് ഡാറ്റയും പലപ്പോഴും നമുക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ഡാറ്റ നമുക്ക് അയക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഡാറ്റ ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം സെൻഡർ ടു റിസീവർ. അതിന് 2 തരത്തിലുള്ള സിഗ്നൽസ് നമുക്ക് ഉപയോഗിക്കാം. വൺ ഈസ് അനലോഗ് സിഗ്നൽ, അനദർ വൺ ഈസ് ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഡാറ്റ ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം സെൻഡർ ടു റിസീവർ. 2 types of data can be sent: analog data which is continuous or digital data which is discrete. Now, analog or digital data can be transmitted in the form of analog or digital signals. അപ്പോൾ 2 തരത്തിലുള്ള സിഗ്നൽസ് ഉണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. Analog and digital signals. An analog signal has infinitely many levels of intensity over a period of time. നമ്മൾ ഈ അനലോഗ് സിഗ്നൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഇൻസ്റ്റൻറ്റിലും ആ അനലോഗ് സിഗ്നലിൻ്റെ വാല്യൂ പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേക വാല്യൂ ആയിരിക്കും. അടുത്ത ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു വാല്യൂ ആയിരിക്കും. ഇങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഈ അനലോഗ് സിഗ്നലിനകത്ത് നമ്മൾ വാല്യൂ പരിശോധിക്കുന്ന സമയത്ത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ പരിശോധിക്കുന്ന സമയത്ത് ഇത് വേരി ചെയ്ത് ഇൻഫിനിറ്റ്ലി ആയിട്ട് പല ലെവൽസിലേക്ക് പോകും. ചിലത് കയറി ഇറങ്ങിയുള്ള വേവ്സ് നമ്മൾ വരയ്ക്കും. റെഗുലർ വേവ്സ് അല്ല, സൈൻ വേവ് പോലല്ല ഞാൻ പറയുന്നത്. വളരെ ഇറഗുലറായിട്ട് നമുക്ക് വേവ്സ് വരച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡ് 1 സെക്കൻഡ് സമയം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 100 കണക്കിന് നമുക്ക് വാല്യൂസ് കിട്ടാറുണ്ട്. എന്നാൽ ഡിജിറ്റൽ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാവ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിഫൈൻഡ് വാല്യൂസ്. ഡിജിറ്റൽ സിഗ്നൽ പരിശോധിക്കുകയാണെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് കാണാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കാണാം. നിങ്ങൾ ഈ പടം ഒന്ന് നോക്കിയേ. ഈ ലെഫ്റ്റ് സൈഡിൽ അനലോഗ് സിഗ്നലും റൈറ്റ് സൈഡിൽ ഡിജിറ്റൽ സിഗ്നലുമാണ് കാണിച്ചിരിക്കുന്നത്. അനലോഗ് സിഗ്നൽ വരയ്ക്കാനായിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ടൈം എക്സ് ഡയറക്ഷനിലും വാല്യൂ, അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, ഇതിൻ്റെ സിഗ്നൽ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലും. ഇനി ഇവിടുത്തെ ഈ സിഗ്നലിൻ്റെ വേവ് നോക്കിയേ. ഇതൊരു റെഗുലർ ഫോം അല്ല, ഇറഗുലറായിട്ട് ഇങ്ങനെ കൂടി ഇത് ടൈം അനുസരിച്ച് ഇങ്ങനെ ഒഴുകി പോവുക. ഏതൊരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് മേളിലോട്ട് വരച്ചാലും അത് ആ മേളിലോട്ട് വരയ്ക്കുന്ന വര ചെന്ന് ആ റോസ് കളറിലെ കർവിനകത്ത് ചെന്ന് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു എമൗണ്ട് കിട്ടും. ഇങ്ങനെ എവിടെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് എടുത്താലും വാല്യൂ കിട്ടും. അങ്ങനെ ഒരു നിശ്ചിത പീരീഡിലേക്ക് നമ്മൾ പല സ്ഥലത്ത് വാല്യൂ പരിശോധിച്ച് കഴിഞ്ഞാൽ അനേകായിരം വാല്യൂസ് നമുക്ക് കിട്ടും. അതിനെയാണ് അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ. അതായത് സിഗ്നൽ വിച്ച് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് വാല്യൂസ്, അതിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇറഗുലർ ആയിട്ടുള്ള അനലോഗ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഡിജിറ്റൽ സിഗ്നൽ ഒന്ന് നോക്കിക്കേ. എന്തോ അവിടുത്തെ പ്രത്യേകത, ഏതാനും ചില വാല്യൂവിൽ ഒതുങ്ങിയിരിക്കുക. ഇപ്പം ആദ്യത്തെ കുറച്ച് സമയം ടൈം ഒന്ന് നോക്കിയേ, ഒരു നിശ്ചിത വാല്യൂവിൽ തന്നെ ഈ റോസ് കളറിലെ വര ഇങ്ങനെ പോകുന്നു. അടുത്ത ഇൻസ്റ്റൻറ്റിൽ നമ്മൾ നോക്കിയാൽ 0, അതായത് ടൈം ആക്സസ് 0യിലാണ് വരയ്ക്കുന്നതെങ്കിൽ 0 എന്നുള്ള വാല്യൂവിൽ കുറച്ച് നേരം
ഈ സിഗ്നൽ നിലനിൽക്കുന്നു. പിന്നെ അടുത്ത ലെവല് നമ്മൾ നോക്കിയ അടുത്ത ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ പോകുമ്പോഴത്തേന് വീണ്ടും വാല്യൂ ഒരു ഹയർ വാല്യൂയിലേക്ക് പോകുന്നു. അത് നിരന്തരം ഇങ്ങനെ നിൽക്കുന്നു കുറച്ച് സമയത്തേക്ക്. കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും 0. അങ്ങനെ നമുക്കിപ്പം ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ +5ഉം പിന്നെ ഈ താഴെ 0യും അടുത്ത ഹൈപ്പിനകത്ത് 10ഉം രേഖപ്പെടുത്തിയാൽ 5 0 10 0 -5 ഇങ്ങനെ ഏതാനും ചില വാല്യൂസ് ഒരു 5 6 വാല്യൂവിൽ മാത്രം സഞ്ചരിച്ച് പോകുന്ന ഈ സിഗ്നൽസിനെയാണ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അനലോഗും ഡിജിറ്റലും സിഗ്നൽ. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽസിന് അനേകായിരം വാല്യൂസ് നമുക്ക് കിട്ടും. എന്നാൽ ഡിജിറ്റൽ സിഗ്നലിന് ഏതാനും ചില, അതിനെയാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്, ലിമിറ്റഡ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസിൽ നിലനിൽക്കും. ഇനി അനലോഗ് സിഗ്നൽ അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽസ് പീരിയോഡിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ് അനലോഗ് ഓർ ഡിജിറ്റൽ സിഗ്നൽ പീരിയോഡിക് എന്ന് പറയണമെങ്കിൽ, എ പീരിയോഡിക് സിഗ്നൽ കംപ്ലീറ്റ്സ് എ പാറ്റേൺ വിത്തിൻ എ മെഷറബിൾ ടൈം ഫ്രെയിം കോൾഡ് പീരിയഡ്. ഈ ടൈം ആക്സിസ് നോക്കുക, വാല്യൂ നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ റോസ് കളറിലെ ഈ അനലോഗ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്ന് പതുക്കെ പോസിറ്റീവ് സൈഡിൽ കൂടി ഒരു പീക്കിലെത്തി, അവിടുന്ന് വീണ്ടും 0യിലെത്തി, നെഗറ്റീവ് സൈഡിൽ പീക്കിലെത്തി, പിന്നെ നെഗറ്റീവ് സൈഡിൽ നിന്ന് 0യിലെത്തി. കണ്ടോ? അപ്പോൾ ഒരു പോസിറ്റീവ് സൈഡിലെ ഹൈപ്പിൽ നിന്ന് നെഗറ്റീവ് സൈഡിലെ ഹൈപ്പിൽ വന്ന് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഹൈപ്പും ഈ ആദ്യത്തെ 2 ഹമ്പ് നിങ്ങൾ നോക്കുക, ഒന്ന് പോസിറ്റീവ് സൈഡിലും ഒന്ന് നെഗറ്റീവ് സൈഡ്. അപ്പോൾ അവിടെ അത് അവസാനിക്കുന്നു. ഈ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അത്രയും സമയമാണ് ഇത് പിന്നെ ഈ സിഗ്നൽ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ നിങ്ങൾ നോക്കിയേ വീണ്ടും അതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ, രണ്ടാമത്. പിന്നെ മൂന്നാമത് നോക്കിയേ 3 തവണ ഈ പടത്തിനകത്ത് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ അവിടെ 0യിൽ എത്തിച്ചേർന്ന് മുറിച്ച് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുന്നു, അതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരേ നേച്ചറിലെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന അനലോഗ് വേവ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ വേവ്സിനെ പറയുന്ന പേരാണ് പീരിയോഡിക് സിഗ്നൽ. ഇതൊരു പീരിയോഡിക് അനലോഗ് സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ പീരിയോഡിക് അനലോഗ് സിഗ്നൽസോ അല്ലെങ്കിൽ പീരിയോഡിക് ഡിജിറ്റൽ സിഗ്നൽസോ ഒക്കെ ഡാറ്റ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക. ഇനി ദ കംപ്ലീഷൻ ഓഫ് 1 ഫുൾ പാറ്റേൺ ഈസ് കോൾഡ് എ സൈക്കിൾ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഒരു പീരീഡ് സമയം വേണം. ഓക്കെ, ഇവിടെ 3 സൈക്കിൾസ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡയഗ്രത്തിനകത്ത്. ഓക്കെ, സോ കംപ്ലീഷൻ ഓഫ് 1 ഫുൾ പാറ്റേൺ ഈസ് കോൾഡ് എ സൈക്കിൾ. ഇവിടെ എത്ര സൈക്കിൾസ് ഉണ്ട്? 3 സൈക്കിൾസ് ആണ് ഉള്ളത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി എ നോൺ പീരിയോഡിക് സിഗ്നൽ ആണെങ്കിലോ ചേഞ്ചസ് വിത്തൗട്ട് എക്സിബിറ്റിംഗ് എനി പാറ്റേൺ ഓർ സൈക്കിൾ. ഒരു നോൺ പീരിയോഡിക് സിഗ്നൽ നമ്മൾ ആദ്യം കാണിച്ചു അനലോഗ്, ഒരു ഇറഗുലർ നേച്ചറിൽ പോകുന്നതിനകത്ത് ഒരു പ്രത്യേക പാറ്റേൺ ഒന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് നോൺ പീരിയോഡിക് അനലോഗ്, നോൺ പീരിയോഡിക് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് ക്യാൻ ബി പീരിയോഡിക് ഓർ നോൺ പീരിയോഡിക് എന്ന് നമുക്ക് പറയാം. ഇനി പീരിയോഡിക് സിഗ്നൽ എടുക്കുക, അതാണ്ട് ഈ ഡയഗ്രാം തന്നെ എടുക്കുക. ഇതൊരു പീരിയോഡിക് സിഗ്നലാണ്, അനലോഗ് ആണ്, പീരിയോഡിക് ആണ്. ഫ്രീക്വൻസി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ 1 സെക്കൻഡ്. ഇപ്പോൾ ഈ ഡയഗ്രാം എടുത്തിട്ട് ടൈം ആക്സിസിൽ 1 സെക്കൻഡ് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഈ 1 സെക്കൻഡ് സമയം എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കുക. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയാണ് അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ 1 2 3, ഞാൻ ഈ മൂന്നാമത്തത് ഇവിടെ എൻഡ് ചെയ്യുന്നല്ലോ റോസ് കളറിൽ, അവിടെ ഒരു വര വരയ്ക്കുക, എന്നിട്ട് എഴുതുക ടൈം 1 സെക്കൻഡ് എന്ന് എഴുതിയ ഈ 1 സെക്കൻഡ് സമയം എത്ര തവണ ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു? നിങ്ങൾ പറയും 3. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 തവണയാണ് ഈ പീരിയോഡിക് സിഗ്നൽ അതിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ഫ്രീക്വൻസി റെഫേഴ്സ് ടു നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് അഥവാ യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിൾസ് ഒരു പീരിയോഡിക് സിഗ്നൽ കംപ്ലീറ്റ് ചെയ്യുന്നു അതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചിട്ട് ഒരു റിലേഷൻ എഴുതാം. അതായത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/പീരീഡ്.
ഓർ പീരീഡ് ഈസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഇപ്പം 3 സൈക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 1 സെക്കൻഡ്. അപ്പോൾ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു? അപ്പോൾ 1/3 അല്ലേ. ഇപ്പോൾ ഈ 3 സൈക്കിൾസ് ആണ് ഒരു സെക്കൻഡിൽ തീർന്നെങ്കിൽ 3 സൈക്കിൾസ് തീരാൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനോ 1/3 സെക്കൻഡ്സ്. അപ്പോൾ അതാണ് അവിടുത്തെ പിന്നെ ഇത് ടൈം അഥവാ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പീരീഡ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് പീരീഡ്. ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1/t. ടി റെപ്രസെൻറ്റ്സ് പീരീഡ്, എഫ് റെപ്രസെൻറ്റ്സ് ഫ്രീക്വൻസി. ഓക്കെ, ഇതാണ് പീരിയോഡിക് സിഗ്നൽസ്. ഇനി പീരിയോഡിക് സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പറയുന്നത്. ദ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നൽ ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇറ്റ്സ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ദ എനർജി ഇറ്റ് ക്യാരീസ്. മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡയഗ്രം ഒന്ന് നോക്കുക. 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒന്നാമത്തതിനകത്ത് നോക്കിക്കുക, എക്സ് ആക്സിസ് ടൈം, വൈ ആക്സിസിനകത്ത് വാല്യൂ എഴുതിയിരിക്കുക. വാല്യൂവിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ മഞ്ഞ കളറിൽ എഴുതിയിരിക്കുന്ന പീക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെ വര കണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? ഈ സിഗ്നൽ നമ്മൾ പരിശോധിച്ചാൽ ഈ സിഗ്നലിന് കിട്ടുന്ന മാക്സിമം വാല്യൂ ഫോർ ദ ആംപ്ലിറ്റ്യൂഡ്, അതിനെയാണ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പീക്ക് ആംപ്ലിറ്റ്യൂഡാണ് ഈ കാണിച്ചിരിക്കുന്ന കറുത്ത വര. ആ കറുത്ത വര നമ്മൾ പിന്നെ വൈ ആക്സിസ് എടുക്കുമ്പോൾ അതൊരു വാല്യൂ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് എന്നാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 0-ൽ നിന്ന് 5 വോൾട്ടിൽ പോകുന്നു, പിന്നെ അത് 0-ലെത്തുന്നു, -5-ലോട്ട് പോകുന്നു, പിന്നെ 0-ലെത്തുന്നു. അതാണ് ഒരു സൈക്കിള്. പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ താഴത്തെ ഡയഗ്രത്തിനകത്ത് കുറച്ചുകൂടെ ചെറിയൊരു സിഗ്നൽ, അവിടെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് നോക്കിയാൽ കുറച്ചുകൂടെ ചെറുതാണ്. ചിലപ്പോൾ അവിടെ 2 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം, 2 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെ 5 വോൾട്ട് ആംപ്ലിറ്റ്യൂഡും 2 വോൾട്ട് ആംപ്ലിറ്റ്യൂഡും ഉള്ള ലോയും ഹൈയും ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ്, പീക്ക് ആംപ്ലിറ്റ്യൂഡുള്ള 2 പീരിയോഡിക് സിഗ്നൽസ് കാണിച്ചിരിക്കുക. അപ്പോൾ പീരിയോഡിക് സിഗ്നലിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഫ്രീക്വൻസി, പീരിയഡ് പോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇറ്റ്സ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി. ഇതിനകത്ത് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് നമ്മൾ പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിൻ്റെ എനർജിയെ പ്രൊപ്പോർഷണൽ ആണ്, എനർജിക്ക് തുല്യമാണ്. ഇതിന് എത്രമാത്രം ശക്തിയുണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്, വോൾട്ടിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതിലാണെങ്കിൽ നമുക്ക് 5 വോൾട്ട് എന്ന് രേഖപ്പെടുത്താം, താഴെയാണെങ്കിൽ 2 വോൾട്ട് എന്ന് രേഖപ്പെടുത്താം. അപ്പോൾ 2 സിഗ്നൽസ് ആർ ഷോൺ ഹിയർ. ഓക്കെ, വേവ് ലെങ്ത് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ